ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എലഫൻ്റ് ഗ്രാം എന്ന് പറയുന്ന ഈ കൊച്ചു ഹോം സ്റ്റേയിലാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ താമസിച്ചത്. എന്തായാലും എനിക്ക് ഇവിടവും ഇവിടുത്തെ സാഹചര്യങ്ങളും വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ആനക്കുളത്തെ റേഷൻ കടയുടെ തൊട്ടു മുകളിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും മാങ്കുളത്ത് വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നമുക്ക് താമസിക്കാൻ പറ്റിയ ഈ ഹോം സ്റ്റേയുടെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒരേ സമയം 4 പേർക്ക് വരെ ഈ റൂമിൽ താമസിക്കാം. എന്തായാലും റൂമും ബാത്റൂമുമൊക്കെ നല്ല അടുക്കും ചിട്ടയുമുള്ളതും അതുപോലെ തന്നെ വളരെയധികം വൃത്തിയുള്ളതുമാണ്. മാങ്കുളത്ത് വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി താമസിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനുമായി മുകളിൽ കൊടുത്തിരിക്കുന്ന ഇവരുടെ നമ്പറിൽ വിളിച്ചു നോക്കുക. ഞാൻ താമസിച്ച മുറിയുടെ മുന്നിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ആനക്കുളം ടൗണും ആനക്കുളത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ സുഹൃത്തും ഈ ഹോം സ്റ്റേയുടെ ഉടമസ്ഥനുമായ ലിബിനെ വെയിറ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് പോകാനുള്ള ജീപ്പുമായി ലിബിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ജീപ്പിൽ എന്നെയും കൊണ്ടുപോയി ആനക്കുളത്തെ മുഴുവൻ കാഴ്ചകളും കാണിച്ചു തരാമെന്നാണ് ലിബിൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലിബിൻ വാക്ക് പാലിച്ചു. അപ്പോൾ നമുക്കും ലിബിൻ്റെ കൂടെ യാത്ര തുടങ്ങാം. എത്ര മനോഹരമായ കാഴ്ചയാണ് ആനക്കുളം ടൗണിൽ ജീപ്പുകളിങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാൻ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ആനക്കുളത്തെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റും ആനക്കുളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരവുമായ മനോഹരമായ ഒരു ചെക്ക് ഡാം കാണാനാണ്. അങ്ങനെ നമ്മൾ ആനക്കുളത്തിൻ്റെ സ്വന്തം ചെക്ക് ഡാമിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മിടുക്ക് കൊണ്ട് ഇവിടെ വെള്ളമൽപ്പം കുറവാണ്. എങ്കിലും ഇവിടുത്തെ കാഴ്ചയുടെ ഭംഗിക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ചെക്ക് ഡാമിലെ വെള്ളത്തിനകത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചെക്ക് ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴയോരം ഹോം സ്റ്റേ എന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. നമുക്കെന്തായാലും ആ ഹോം സ്റ്റേയുടെ മുറ്റത്ത് കയറി നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്കായി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. മനോഹരമായ ഈ കാഴ്ച കാണാൻ അടുത്ത മഴക്കാലത്ത് എന്തായാലും ഞാനിവിടെ വന്നിരിക്കും. അങ്ങനെ ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. കുടിക്കാൻ ഒരല്പം വെള്ളം വാങ്ങാൻ വേണ്ടി ലിബിൻ വണ്ടി നിർത്തിയതാണ്. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി നമ്മൾ കാട്ടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പതിയെ പതിയെ കാടിൻ്റെ രൂപമൊക്കെ മാറി വരുന്നുണ്ട്. ആദ്യമേ ഈറ്റക്കാടുകളായിരുന്നു. ചെറിയ അത്യാവശ്യം നല്ല വഴിയാണ് ആദ്യം തുടക്കത്തിൽ. ഇവിടെ ആനയൊക്കെ ഒരുപാട് വരുന്നതാണ് എന്നാണ് ലിബിൻ നമ്മളോട് പറഞ്ഞത്. ലക്ഷണം കണ്ടിട്ട് അതിൻ്റെ എല്ലാ ചാൻസും ഉണ്ട്. ഇവിടെയൊക്കെ അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ആനകളെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കാണാൻ പറ്റിയ നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും. ഇന്നലെ ആനക്കുളത്ത് വരുമ്പോൾ ഒരുപാട് ആനകൾ വെള്ളം കുടിക്കുന്നത് കണ്ടതുകൊണ്ട് ഈ പോകുന്ന യാത്രയിൽ ഒരാനയെപ്പോലും കണ്ടില്ലെങ്കിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. ആനക്കുളത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആനക്കുളം എന്ന് പറയുന്നത് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം മാത്രമാണെന്നാണ്. നല്ല ഒരു രക്ഷയുമില്ലാത്ത ഓഫ് റോഡിലൂടെയാണ് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. 1 വർഷം മുൻപ് വരെ ഇവിടെ പുലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പുലിയൊന്നുമില്ല. പട്ടിക്കടുവ മാത്രമേ ഉള്ളൂ. പട്ടിയെയും ആടിനെയും മാത്രം ഭക്ഷിക്കുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് പട്ടിക്കടുവ. നമ്മൾ രാത്രിയിൽ ഇതിലെ വരികയായിരുന്നെങ്കിൽ പട്ടിക്കടുവയെ കാണാൻ പറ്റുമായിരുന്നു. പകൽ അവ പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പട്ടിക്കടുവയെ ഇവിടെ കാണാൻ സാധിക്കില്ല എന്നാണ് ലിബിൻ നമ്മളോട് പറഞ്ഞത്. വനത്തിലൂടെ ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുകൊണ്ട് രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇടമലക്കുടിക്ക് പോകുന്നത്. ആനക്കുളത്ത് നിന്നും കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്താണ് നമ്മൾ ഇടമലക്കുടിക്ക് പോകുന്നത്. ഇവിടേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. അഥവാ പ്രവേശിക്കണമെങ്കിൽ വനം വകുപ്പിൻ്റെ പ്രത്യേക പാസ് എടുക്കണം. ലിബിൻ എന്നെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തന്നു. അതെല്ലാം ഒറ്റ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ ആ സ്ഥലങ്ങളും അവിടുത്തെ വീഡിയോകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പോകുന്ന വഴിക്ക്
ഒരു ട്രൈബൽ കോളനി കാണിക്കുന്നുണ്ട്. നമുക്കവിടെ ഇറങ്ങാൻ അനുവാദമില്ല. പോകുന്ന വണ്ടിയിൽ ഇരുന്ന് ആസ്വദിച്ച് പോകാമെന്ന് മാത്രം. ആനക്കുളത്ത് വരുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച ചെക്ക് ഡാമിൻ്റെ അവിടം വരെയേ പ്രവേശനമുള്ളൂ. അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാക്കേജിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ താഴെ നിന്നും നിങ്ങൾ പ്രത്യേകം ജീപ്പ് വിളിക്കേണ്ടതാണ്. അപ്പോൾ ഇനി സംസാരമില്ല. നമുക്ക് ഈ കാട്ടിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം.
നിൽക്കാം അല്ലേ?